ഭൗതിക പുരോഗതി ആത്മീയ പുരോഗതിക്ക് വിഘാതമോ? നമ്മുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ചിരിക്കും. എന്താ പുരോഗതി? അതും ചിന്തിക്കേണ്ടതാ. ഈ പുരോഗതി പറഞ്ഞ എന്താ? മുമ്പിലോട്ടുള്ള ഗതി, അതാണ് ഒരർത്ഥം. വേറൊരർത്ഥം കിഴക്കോട്ടുള്ള ഗതി എന്നാണ്. കിഴക്കോട്ടുള്ള ഗതിയാവാം, അല്ലെങ്കിൽ മുമ്പിലോട്ടുള്ള ഗതിയാവാം. രണ്ടും പുരോഗതിയാ. എന്താ ഇപ്പം പുരോഗതി? ഭൗതിക പുരോഗതി പറഞ്ഞ എന്താ? ഏതാ പത്? നാലാം വിഭാഗക്കാര് സയൻസിന്റെ പുരോഗതി അത്യാവശ്യം നല്ലതല്ലേ? സയൻസ് ടെക്നോളജി പുരോഗമിക്കുക തന്നെ വേണം. അത് ആത്മീയ പുരോഗതിക്ക് എങ്ങനെയാ വിഘാതാവുക? ഇതിനെല്ലാം തള്ളി പറയുന്നതാണോ ആത്മീയത? ഒരിക്കലുമല്ല. എല്ലാത്തിൻ്റെയും ഉണ്മയാണ് ആത്മീയത. നമ്മുടെ ജീവിത കാഴ്ചപ്പാടനുസരിച്ചിരിക്കും ഇത്. ജീവിത കാഴ്ചപ്പാടനുസരിച്ചിരിക്കും. നമ്മൾ ആത്മീയമായ സാധനാമാർഗത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഭൗതികങ്ങളായ വിഷയങ്ങളിലുള്ള ഇടപെടലുകൾ, അത്തരം വിഷയങ്ങളുടെ വർധനവുകൾ, ഇതൊക്കെ എങ്ങനെ ഒരു സാധകനെ ബാധിക്കും? മറുപടി നമ്മുടെ കാഴ്ചപ്പാടാണ് അവിടെ മുഖ്യം. എല്ലാത്തിനെയും ഈശ്വരീയമായി കാണാൻ കഴിയുന്ന ഒരു ഭാവം സാധകനിൽ വളർത്തിയെടുത്താൽ അയാളുടെ അധ്യാത്മ സാധനാ മാർഗത്തിൽ ഒന്നും വിഘാതമാവില്ല. ഭൗതികമായ വസ്തുവിൻ്റെ ഉള്ള സ്ഥിതിയോ ഇല്ലാത്ത സ്ഥിതിയോ അല്ല ഒരാളുടെ ആത്മീയ ഉന്നതിയുടെ മാനം അല്ലെങ്കിൽ മാനദണ്ഡം. എങ്ങനെ, ഏത് ഭാവനയിൽ നമ്മൾ അവയൊക്കെ എടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരാൾക്ക് ഒരു കൗപീനം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചോളൂ, വേറൊന്നുമില്ല. ആ കൗപീനത്തിലേക്ക് മമത്വം വന്നൂടാ? ഇല്ല, വരാം. വിശാലമായ ഒരു സാമ്രാജ്യത്തിൻ്റെ അധിപതിയായി ചക്രവർത്തി പദവിയിൽ വിരാജിക്കുന്ന സന്ദർഭത്തിൽ ഈ മിഥില മുഴുവൻ കത്തിച്ചാമ്പലായാലും ജനകന്റെ മുഖത്തിന് ഒരു മങ്ങലും വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്കൊരു കൗപീനം, അതിൽ അറ്റാച്ച്മെന്റ് വന്നു കഴിഞ്ഞാൽ, അതിൽ സംഘം വന്നു കഴിഞ്ഞാൽ അയാൾ വ്യാകുലനായിത്തീരും. മറ്റേയാൾക്കൊരു രാജ്യം, ഒരു സാമ്രാജ്യം മുഴുവനുണ്ട്, ഒരു ഒട്ടലുമില്ല. ഇപ്പൊ പുറമെ കാണുന്നതല്ല ഇതൊന്നും, ഭാവനാനുസൃതമാണിതൊക്കെ. അത് പ്രത്യേകം മനസ്സിലാക്കുക.